ഞാനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം എന്ന നിലയിൽ എൻ്റെ ഭാഗം കൂടി ഒരു നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ കേൾക്കാത്തിടത്തോളം കാലം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിച്ച് നിയമപരമായ തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കുന്നത്. കാരണം ഒരു അന്വേഷണം നടന്നപ്പോൾ നേരത്തെ മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പം മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആ അന്വേഷണത്തെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. ഇനിയും അന്വേഷണം പ്രഹസനമായി മാറും. 2022 ജൂലൈ മാസം 6-ാം തീയതി രാജിവെക്കാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കെ സജി ചെറിയാൻ മന്ത്രിസഭയിൽ തുടരുന്നതിൻ്റെ സാങ്കത്യവും സാധുതയും വളരെ വളരെ കൃത്യമായിട്ട് അങ്ങനെ ഒരു സാധുതയില്ല എന്ന് വ്യക്തമാണ്. വിവാദ മല്ലപ്പള്ളി പ്രസംഗത്തിലെ ഭരണഘടനാ പരാമർശത്തിനിടെയുണ്ടായ കുന്തം കുടച്ചക്രം പ്രയോഗത്തിൽ തുടരന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവ് മന്ത്രി സജി ചെറിയാനും സർക്കാരിനും CPIM-നും തിരിച്ചടിയാണ്. അടിസ്ഥാന വസ്തുതകൾ പോലും പരിശോധിക്കാതെ പോലീസ് ധൃതിപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിനെ കോടതി തള്ളിക്കളഞ്ഞത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ക്ഷീണവുമാണ്. തന്റെ ഭാഗം കോടതി കേട്ടിട്ടില്ലെന്നും വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടക്കാത്തതിനാൽ താൻ കക്ഷിയല്ല എന്നുമാണ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിന് സജി ചെറിയാൻ നിരത്തുന്ന ന്യായം. രാജിക്കായുള്ള പ്രതിപക്ഷത്തിന്റെ മുറവിളിയെ മറികടക്കാൻ സജി ചെറിയാന്റെ ഈ ന്യായം കൊണ്ട് കഴിയുമോ? എൻകൗണ്ടർ പ്രൈം ഇന്ന് ഈ വിഷയം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM-ലെ ശ്രീ VPP മുസ്തഫ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ രാജു P. നായർ, സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. ആദ്യം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇന്നിപ്പോൾ ഈ ധാർമ്മികതയുടെ പേരിൽ വീണ്ടും സജി ചെറിയാൻ ഇതേ വിഷയത്തിൽ രാജിവെക്കേണ്ടി വരുമോ എന്ന ചോദ്യം വരുമ്പോൾ സജി ചെറിയാൻ അതിനൊരു ഡിഫെൻസീവായി അതിനെ പ്രതിരോധിക്കാൻ നിരത്തുന്നൊരു ന്യായം, കോടതി ഈ കേസിന്റെ മെറിറ്റിലേക്ക്, അതായത് ഭരണഘടനയെ താൻ അവഹേളിച്ചു ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ആ കാര്യം പ്രാഥമികമായി സംസ്ഥാന പോലീസ് അന്വേഷിച്ചു. അതിനുശേഷം ഒരു കീഴ്ക്കോടതി തന്നെ കുറ്റവിമുക്തനാക്കി. അപ്പോൾ പോലീസ് പരിശോധനയിൽ ഉണ്ടായിട്ടുള്ള പാകപ്പിഴകൾ, കൂടുതൽ ഭാഗങ്ങൾ ഏതൊക്കെയോ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ മാത്രമാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അത് അന്വേഷണം സംബന്ധിച്ച കാര്യത്തിലാണ് കോടതി ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അല്ലാതെ താൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ സംബന്ധിച്ച് ഒരു കാര്യവും ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടില്ല. ഇതാണ് സജി ചെറിയാന്റെ ഒരു ന്യായം. നിയമപരമായി സാധുതയുള്ള, നിയമപരമായി യുക്തിസഹമായ ഒരു ന്യായമാണോ ഇത്? ചോദ്യം എല്ലാവരും ചോദിക്കേണ്ടത്, നേരത്തെ എന്തിനാണ് അദ്ദേഹം രാജിവെച്ചത്? നേരത്തെ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് ഇപ്പൊ അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ ബെറ്റർ ആണോ വേഴ്സ് ആണോ? നേരത്തെ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെയും ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹം എന്തിനാണ് ആദ്യത്തെ ഒരു സന്ദർഭത്തിൽ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണം നടത്തിയാൽ അത് നീതിയുക്തമായിരിക്കും എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ രാജിക്കത്ത് കൊടുക്കുകയാണെന്നല്ലേ അദ്ദേഹം നേരത്തെ പ്രസ്താവിച്ചിരുന്നത്. അതിനുശേഷം അന്വേഷണം നേരിടുന്നു. അന്വേഷണത്തില് കേരള പോലീസ് അത് എഴുതി തള്ളിക്കൊണ്ടൊരു റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നു. അത് ട്രയൽ കോടതി അംഗീകരിക്കുന്നു, പക്ഷെ ഹൈക്കോടതി അതിനെ നിരാകരിക്കുന്നു. ഹൈക്കോടതി പറയുന്നത് അന്വേഷണം നേരാവണ്ണം നടന്നിട്ടില്ല, ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടന്നിട്ടില്ല. ഈ കാരണം പറഞ്ഞാണ് അദ്ദേഹം നേരത്തെ മാറി നിന്നത്. മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അത് പക്ഷപാതരഹിതമായിരിക്കുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് മാറി നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഹൈക്കോടതി വീണ്ടും അത് പറയുകയാണ്, ഇപ്പോഴത്തെ അന്വേഷണം പോരാ, ഈ റിപ്പോർട്ടിൽ വേണ്ട അന്വേഷണം നടത്താതെയാണ് പോലീസ് ഈ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. ഇനി ഇതിനകത്ത് വേറെ ചില ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, നിയമത്തിന്റെ ആ കണ്ണിൽ കൂടി മാത്രം നോക്കുകയാണെങ്കിൽ കുറ്റക്കാരൻ എന്നൊരു കോടതി കണ്ടെത്താത്തിടത്തോളം തനിക്ക് ഈ സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്നാണല്ലോ അദ്ദേഹം അവകാശപ്പെടുന്നത്. ഞാൻ ആ നിയമത്തിന്റെ സാങ്കേതിക സംബന്ധിച്ചാണ് ശ്രീ അഡ്വക്കേറ്റ് ഞാൻ പ്രശാന്ത് പത്മനാഭൻ എൻ്റെ ചോദ്യവും. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക്, അതായത് ഭരണഘടന തൻ്റെ പരാമർശങ്ങൾ കൊണ്ട് അവഹേളിക്കപ്പെട്ടോ എന്ന ആ വിഷയമുണ്ടല്ലോ, അതിൻ്റെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതായത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് എന്ന ഒരു വിഭാഗത്തിൽ ഈ പ്രശ്നം താൻ പറഞ്ഞ രീതിയിൽ
ആ കാര്യങ്ങൾ കോടതി പരിഗണിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. അത് നിയമത്തിൻ്റെ സാങ്കേതികതയെക്കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നിലനിൽക്കുമോ? അതെ, നിയമത്തിന്റെ സാങ്കേതികതയിൽ ഒരാളെ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി കോടതി ശിക്ഷിക്കുന്നത് വരെ നിരപരാധിയാണെന്നൊരു പ്രിസംഷൻ ഉണ്ട്. അതാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, വേറെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് നേരത്തെ. അപ്പോൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഭരണഘടനയോട് കൂറും പ്രതിപത്തിയും പുലർത്തിക്കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു MLA ആകുമ്പോഴും മന്ത്രിയാകുമ്പോഴും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്താണ് കയറുന്നത്. ആ സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയ ഒരു വ്യക്തി ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ ഭരണഘടനയിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ അത് ഏതർത്ഥത്തിലായാലും അതൊരു ഫെയർ ക്രിറ്റിസിസമോ അല്ലെങ്കിൽ അതിനകത്തെ ചില പാളിച്ചകളോ അല്ല പറയുന്നത്. ഭരണഘടനയെ തള്ളി പറഞ്ഞുകൊണ്ട് അതിനെ നിരാകരിച്ചുകൊണ്ട് അതിൽ വൈദേശികമായ പല അംശങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അദ്ദേഹം ഫോളോ ചെയ്യുന്ന മാർക്സിസ്റ്റ് ഫിലോസഫി ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണോ? നമ്മൾ കടമെടുത്ത എത്രയോ ഐഡിയോളജി, ഭരണഘടനയിലെ മൂല്യങ്ങൾ പലതും പല ഐറിഷ് ഭരണഘടനയിൽ നിന്ന്, അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ പല ആശയങ്ങൾ, ഫ്രാൻസിൽ നിന്ന് കിട്ടിയ ആശയങ്ങൾ, ഇതെല്ലാം ഉണ്ട് ഭരണഘടനയിൽ. ഇതൊന്നും ആരും നിഷേധിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ ഭരണഘടന ചൂഷകനെ കൂട്ടു നിൽക്കുന്ന ഭരണഘടനയാണ്. ഒരു മാർക്സിസ്റ്റ് വ്യൂ പോയിന്റ് ആണ് ഇത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സിൽ ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനയെ തള്ളി പറഞ്ഞത് പ്രധാനമായിട്ടും രണ്ട് കൂട്ടരാണ്, കമ്മ്യൂണിസ്റ്റുകാർ, സോഷ്യലിസ്റ്റുകാർ. അവർ പറയുന്നത് ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ്, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്ററേറ്റ്, അതാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. ഭരണഘടനയിൽ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന ഒരു ഭാഗമാണ്. അത് മാർക്സിയൻ ആശയം, തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം എന്നത് ഒരു മാർക്സിയൻ ആശയധാരയിൽ നിന്നുകൊണ്ടാണ്, അതിന്റെ ആശയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവർ ആ വാദം ഉന്നയിച്ചത്. പക്ഷേ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഒരു കാര്യം കൂടി, അതായത് ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പറയുകയാണെങ്കിൽ, ഇന്ന് സജി ചെറിയാൻ പറഞ്ഞ മറ്റൊരു കാര്യം, എൻ്റെ ഭാഗം കേട്ടില്ല. ഇപ്പോൾ സാധാരണ ഒരു ജസ്റ്റിസ് എന്നത്, നീതി എന്നത് നടപ്പാക്കപ്പെടുമ്പോൾ അതിൻ്റെ രണ്ട് ഭാഗങ്ങളും കേട്ടുകൊണ്ടാണല്ലോ നീതി നിർവഹിക്കപ്പെടുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നീതിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ എൻ്റെ ഭാഗം കോടതി കേട്ടിട്ടില്ല എന്നതാണ്. അത് നിയമത്തിന്റെ ധാർമ്മികതയ്ക്ക് യോജിക്കുന്ന ഒരു വാദമാണോ? അല്ല, ഈ ഒരു സ്റ്റേജില് ഏത് അന്വേഷണ ഏജൻസിയെ കൊണ്ട് ഒരു അന്വേഷണം നടത്തിക്കണം എന്ന് കോടതി ഉത്തരവിടുന്ന സ്റ്റേജില് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഇന്ന അന്വേഷണ ഏജൻസി വേണമെന്ന് ഡിമാൻഡ് ചെയ്യാൻ യാതൊരു അവകാശവുമില്ല. സുപ്രീം കോടതി വിധികളുണ്ട്. ആ പ്രതിക്ക് അങ്ങനെ ഒരു അവകാശമില്ല. പ്രതിക്ക് കോടതി കോഗ്നൈസൻസ് എടുത്ത് നോട്ടീസ് അയച്ച് പ്രതിയെ വിളിച്ചു വരുത്തി ചോദിക്കും, നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ, സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് അത് നിഷേധിക്കാനോ അതിനുശേഷം അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ ഉന്നയിക്കാനോ ഉള്ള ഒരു സാവകാശം കിട്ടുന്നത്. അതിനു മുമ്പ് ഒരു അന്വേഷണം നടക്കട്ടെ, ഫെയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ എന്ന് ഹൈക്കോടതി പറയുന്നിടത്ത് എന്താണ് ഇദ്ദേഹത്തെ കേൾക്കേണ്ടത്? ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വ്യക്തമായിരിക്കുന്ന ഒരു സൂചന, ഇപ്പോൾ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ഫെയർ അല്ല, ഇപ്പോൾ നടത്തിയിരിക്കുന്ന അന്വേഷണം ശരിയായ ദിശയിലല്ല പോയത്. അതിന് നേരത്തെ ശ്രീ സജി ചെറിയാൻ പറഞ്ഞ കാരണം തന്നെ ആകാം. അദ്ദേഹം ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് നേരായ ദിശയിൽ നടക്കില്ല എന്നൊരു ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം നേരത്തെ മാറുന്നത്. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, നമുക്ക് ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ ഞാൻ താങ്കളോട് കൂടുതൽ ചോദ്യങ്ങളുമായി വരാം. ശ്രീ VPP മുസ്തഫ, ഭരണഘടനാ മൂല്യങ്ങളെ പരിരക്ഷിക്കുകയും അതിനെ സംരക്ഷിക്കുകയും അതിന്റെ അന്തസ്സത്തയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് വാഗ്ദാനം, ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഭരണഘടന തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ഒരു പദവിയിലേക്ക് ഒരു ജനപ്രതിനിധി എത്തുന്നത്, മന്ത്രി പദവിയിലെത്തുന്നത്. അങ്ങനെ ഈ ഭരണഘടനയുടെ മൂല്യവും അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ, നിയമപരമായി ബാധ്യസ്ഥനായ, ഭരണഘടനാനുസൃതമായി ബാധ്യസ്ഥനായ, അതിൻ്റെ ധാർമ്മികതയിലൂന്നി അത് നടപ്പാക്കാൻ ബാധ്യസ്ഥനായ ഒരു മന്ത്രി തന്നെ ഈ ഭരണഘടനയിലെ കുന്തവും കുടച്ചക്രവും എന്ന് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കുറിച്ച് പറയുക, ഇത് കടം കൊണ്ട ഭരണഘടനയാണ്, ഇത് ഏറ്റവും അധികം ചൂഷണത്തിനിടയാക്കിയ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുക. ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറയുന്നു, സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തിലെ പിഴവുകൾ ഒന്നും രണ്ടുമല്ല, അടിസ്ഥാനപരമായ അന്വേഷണത്തിൽ ആവശ്യമായ നടപടികൾ, അതായത് ഇതിൻ്റെ ഒറിജിനൽ അസലായിട്ടുള്ള അതിൻ്റെ വീഡിയോ പരിശോധിക്കുക, അതിൻ്റെ ശബ്ദരേഖ പരിശോധിക്കുക, പിന്നീട് അതിൻ്റെ ഫോറൻസിക് പരിശോധന ഫലം വരുന്നത് വരെ കാത്തിരിക്കുക, ഇത് കണ്ടും കേട്ടും നിൽക്കുന്ന മാധ്യമപ്രവർത്തകരടക്കമുള്ള സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുക. ഇങ്ങനെ ഒരു അന്വേഷണത്തിൽ പ്രാഥമികമായി ഉണ്ടാകേണ്ടുന്ന നടപടികൾ പോലും പാലിക്കാതെ ധൃതി പിടിച്ചു നൽകിയ ഒരു അന്വേഷണ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു തുടരന്വേഷണം വേണം എന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ത് ന്യായം പറഞ്ഞാണ് സജി ചെറിയാൻ ഇനി മന്ത്രിപദത്തിൽ തുടരാൻ കഴിയുക? എന്ത് ന്യായം പറഞ്ഞാണ് CPIM-ന് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കാൻ കഴിയുക? എന്ത് ന്യായം പറഞ്ഞാണ് സർക്കാരിന് മന്ത്രിയായി സജി ചെറിയാൻ ഇരിക്കട്ടെ എന്ന് കരുതാൻ കഴിയുക? CPIM-ഉം അതിലെ ഒരംഗമായിട്ടുള്ള സഖാവ് സജി ചെറിയാനും
ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്നവരാണ്. ആ ഭരണഘടനയെ മാനിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പൗരന്മാരായി ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ CPIM-നും അതിൻ്റെ പ്രവർത്തകനായിട്ടുള്ള സജി ചെറിയാനെയും ജനങ്ങൾ അവരുടെ കോടതിയിൽ തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു തവണയല്ല, ഒന്നിലധികം തവണ സജി ചെറിയാനെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിരവധി കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് CPIM-ഉം അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്നവരാണ്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമരങ്ങൾ നടത്തുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളത് ആർക്കും ബോധ്യമുള്ള വസ്തുതയുമാണ്. നമ്മുടെ നാട്ടിലെ നിലവിലുള്ള യൂണിയൻ സർക്കാർ, അതിൻ്റെ വക്താക്കൾ ഈ ഭരണഘടനയെ എത്രമേൽ ചവിട്ടിമെതിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഭരണഘടനയോടൊപ്പം ഈ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണം. അതിനാണ് CPIM കമ്മ്യൂണിസ്റ്റുകാർ കൂടി പങ്കാളിയായി ദേശീയ തലത്തിൽ ഇന്ത്യ കൂട്ടായ്മ പോലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയെ വേറൊരർത്ഥത്തിൽ ചോദ്യം ചെയ്യുകയോ വിലയിരുത്തുകയോ വേണ്ടതില്ല. രണ്ട്, ഇവിടെ എന്താ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? തുടരന്വേഷണം എന്നാണ്, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. തുടരന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ നടന്ന അന്വേഷണത്തെ തള്ളിക്കളഞ്ഞോ? ഇതുവരെ നടന്ന അന്വേഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞോ? ഇതുവരെ നടന്ന അന്വേഷണങ്ങൾ അതിൻ്റെ തുടരന്വേഷണമാണ്. അതല്ലാതെ നിങ്ങൾ ഈ അന്വേഷണമെല്ലാം മാറ്റിവെക്കൂ. ഇപ്പൊ കേരള പോലീസ് നടത്തിയ അന്വേഷണം മഹാമോശമാണ്. അവര് വളരെ ധൃതി പിടിച്ചു കൊടുത്ത റിപ്പോർട്ട് തീരെ വിശ്വാസയോഗ്യമല്ല. അതുകൊണ്ട് ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ നടത്തൂ, പുനരന്വേഷണം നടത്തൂ എന്ന് പറഞ്ഞില്ല. പിന്നെ അല്ല, ഒരൊറ്റ മിനിറ്റ് ശ്രീ VPP മുസ്തഫ, അത് പറയുന്നതിന് പകരമാണ് ഭംഗ്യന്തരേണ കോടതി പറഞ്ഞത് വിശ്വാസ്യതയുള്ള ഓഫീസ് വിത്ത് ഇന്റഗ്രിറ്റി, അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ വേണം ഈ പരിശോധനകൾ നടക്കാൻ, ഇനി തുടരന്വേഷണം ഉണ്ടാകാൻ. അതിന് DGP-യുടെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകണം, അദ്ദേഹത്തിന്റെ സൂപ്പർവിഷൻ ഉണ്ടാകണം. അതുകൊണ്ടാണ്, അത് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കട്ടെ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താണ് കോടതിക്ക് വിമർശിക്കാനുള്ളത്? ഈ അന്വേഷണത്തിലെ പാകപ്പിഴകളെ കുറിച്ച് അടിസ്ഥാനപരമായി പോലീസിന്റെ അന്വേഷണത്തിൽ പാലിക്കേണ്ടുന്ന ഈ നടപടികൾ പോലും പാലിച്ചിട്ടില്ല എന്ന് കോടതി പറയുന്നു. സാക്ഷിമൊഴികളായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കേഡർമാരുടെ, പാർട്ടി പ്രവർത്തകരുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കണ്ടു നിന്നവരുടെയോ മാധ്യമപ്രവർത്തകരുടെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല. വിഷ്വൽസ് കണ്ടിട്ടില്ല, ഓഡിയോ പരിശോധിച്ചിട്ടില്ല, ഈ ഫോറൻസിക് പരിശോധന റിപ്പോർട്ടിന് വേണ്ടി കാത്തുനിന്നിട്ടില്ല. ഇതിൽ കൂടുതൽ വലിയൊരു വിമർശനം സംസ്ഥാന പോലീസിന് എന്താണ് ഈ കേസിൽ നേരിടാനുള്ളത് ശ്രീ VPP മുസ്തഫ? ഇവിടെ പരാതിക്കാരൻ, പെറ്റീഷണർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്താ? അദ്ദേഹം തന്നെയാണ് ആദ്യം പോലീസിൽ പരാതി കൊടുക്കുന്നത്. ഞാൻ ഒന്നത് പറയാൻ അനുവദിക്കൂ ഗോപികൃഷ്ണൻ. പരാതിക്കാരനാണ് ഈ പ്രസംഗത്തെ ആധാരമാക്കിയിട്ട് ആദ്യം പോലീസിൽ പരാതി കൊടുക്കുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ വേഗത പോരാ, അവർ കൃത്യമായിട്ട് ഇടപെടുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മജിസ്ട്രേറ്റ് കോടതിയെ അദ്ദേഹം സമീപിച്ചു. മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതി FIR ഇട്ടു, അന്വേഷണം നടത്തി. അവര് ഈ പറഞ്ഞ പരാതിക്കാരനെ ഉൾപ്പെടെ കേട്ടു. അവിടെ പ്രസംഗം കേൾക്കാൻ വന്ന പാർട്ടി സഖാക്കളെ മാത്രമല്ല, അല്ലെങ്കിൽ പാർട്ടി കേഡർമാരെ മാത്രമല്ല, ഈ പരാതി കൊടുത്ത ആ പ്രസംഗം നേരിട്ട് കേട്ടിട്ടില്ലാത്ത പരാതിക്കാരനെ ഉൾപ്പെടെ കേട്ടിട്ടാണ്, 33 ആളുകളെ കേട്ടിട്ടാണ് പോലീസ് കൊടുത്തത്. അതുപോലെ അവിടുത്തെ ജില്ലാ പ്രോസിക്യൂട്ടറുടെ നിയമോപദേശം എടുത്തു. ഇതെല്ലാം എടുത്തിട്ട് കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഒരു കോടതി അംഗീകരിച്ചു, പോലീസിന്റെ റിപ്പോർട്ട്. ആ ജഡ്ജി കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ, പിണറായി വിജയൻ നിയോഗിച്ച ആളല്ലല്ലോ. അവരും ഈ പറഞ്ഞ ഹൈക്കോടതി ജഡ്ജിമാരെ പോലെ, നമ്മുടെ പാനലിസ്റ്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് പ്രശാന്തിനെ പോലെ നിയമം പഠിച്ച് പരീക്ഷ എഴുതി കോടതിയിൽ ജഡ്ജിയായിട്ട് വന്നയാളാണല്ലോ. ആ ജഡ്ജിയാണ് സ്വീകരിച്ചത്. ആ ജഡ്ജി ഈ പോലീസ് റിപ്പോർട്ട് സ്വീകരിച്ചു. അവിടെ നിന്നോ എന്നിട്ട് ഇദ്ദേഹത്തിന്റെ MLA സ്ഥാനം റദ്ദാക്കണം, MLA സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കണം എന്ന് ഹൈക്കോടതിയിൽ കേസുണ്ടായില്ലേ ഗോപികൃഷ്ണൻ? ആ ഹൈക്കോടതിയിൽ ഇദ്ദേഹം മന്ത്രിസ്ഥാനം മാത്രം രാജിവെച്ചപ്പോൾ, സജി ചെറിയാൻ അന്ന് മന്ത്രിസ്ഥാനം മാത്രം രാജിവെച്ചപ്പോൾ ആ കേസ് കേട്ടതാരാ ഹൈക്കോടതിയിൽ? നിങ്ങളിപ്പോ സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ വല്ലാതെ ഇങ്ങനെ എടുത്തു പറഞ്ഞ് തിരിച്ചടിയാണ്. അങ്ങനെയാണ് ഗോപികൃഷ്ണന്റെ ഇൻട്രോയിൽ പറഞ്ഞത്. സർക്കാരിന് തിരിച്ചടി, പാർട്ടിക്ക് തിരിച്ചടി, മുഖ്യമന്ത്രിക്ക് ക്ഷീണം എന്നൊക്കെയാണ് പറഞ്ഞത് ഇൻട്രോയിൽ. പക്ഷെ നിങ്ങൾ കാണേണ്ടത്, മന്ത്രിസ്ഥാനം രാജിവെച്ച സജി ചെറിയാനെ MLA സ്ഥാനത്ത് നിന്ന് കൂടി നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിലും ഇതേപോലെ ഒരു സ്വകാര്യ പെറ്റീഷൻ വന്നില്ലേ? അത് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 2 അംഗ ബെഞ്ചല്ലേ കേട്ടത്, ഒരു സിംഗിൾ ബെഞ്ചല്ല കേട്ടത്. സിംഗിൾ ബെഞ്ചിനേക്കാൾ മേലെയാണല്ലോ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച്. ആ ഡിവിഷൻ ബെഞ്ച് എന്താ പറഞ്ഞത്? അങ്ങനെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല, അത് അങ്ങനെ ഒരു കുഴപ്പം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് സജി ചെറിയാനെ ഇതേ ഹൈക്കോടതി ഇതേ വിഷയത്തിൽ MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്തതും നമ്മൾ കാണണം. അപ്പൊ പിന്നെ ഇവിടെ എന്താ വിഷയം? ഇവിടെ
അവസാനത്തെ പാരഗ്രാഫിലെ വിവരങ്ങൾ പറയുമ്പോൾ അതിന് മുമ്പ് 21ാമത്തെ പാരഗ്രാഫ് കൂടി ഒന്ന് ഗോപികൃഷ്ണൻ പറയൂ. സെലക്റ്റീവ് ആവണ്ട. എന്താ 21ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ? റീഇൻവെസ്റ്റിഗേഷൻ ought to be ordered only in exceptional cases as held in വിനയ് ത്യാഗി കേസ് എന്ന് കൃത്യമായിട്ട് പറയുക. എന്നിട്ട് കൃത്യമായിട്ട് ഇവിടെ പറയുന്നു, നോ സർക്കംസ്റ്റാൻസസ് എക്സിറ്റ്സ് ടു ഓർഡർ എ റീഇൻവെസ്റ്റിഗേഷൻ. 21ാമത്തെ പാരഗ്രാഫ് പറയുക പുനരന്വേഷണം വേണ്ടതില്ല എന്ന് തന്നെയാ പറയുന്നത്. താങ്കൾ ഈ പറയുന്നത് പോലെ ഇപ്പൊ പോലീസ് കൊടുത്ത റിപ്പോർട്ട് മഹാമോശം, അത് തീരെ സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് സെറ്റ് അസൈഡ് ചെയ്യണ്ടേ? എന്നിട്ട് CBIയെ കൊണ്ട് പരാതിക്കാരൻ ഈ കോടതിയിൽ ആവശ്യപ്പെട്ടതുപോലെ ഈ കേരളത്തിലെ പോലീസ് വിശ്വാസയോഗ്യമല്ല, അവർ വഴിവിട്ടിട്ടാണ് അന്വേഷിച്ചത്, അവർ പാർട്ടി കേഡർമാരെ മാത്രമേ കേട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ശരിയല്ല. അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിക്ക് ക്ഷീണം വരേണ്ടത്. ഗോപികൃഷ്ണൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ശ്രീ VP മുസ്തഫ, താങ്കൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതിൽ ഇനി അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ ഞാൻ വിശദീകരിക്കാം. ഒന്ന്, താങ്കൾ പറഞ്ഞത് എൻ്റെ ഈ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങളാണ്. എങ്ങനെ സജി ചെറിയാന് തിരിച്ചടിയാകുന്നു, എങ്ങനെ സർക്കാരിന് തിരിച്ചടിയാകുന്നു, എങ്ങനെ CPM-ന് തിരിച്ചടിയാകുന്നു എന്ന് അത് ഞാൻ പറയേണ്ടതില്ലല്ലോ. സജി ചെറിയാനെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ രാജിവെക്കാൻ ഇടയായ സാഹചര്യം എന്താണോ ആ ധാർമ്മിക പ്രശ്നം ഇപ്പോഴും അദ്ദേഹത്തിന് നിലനിൽക്കുന്നു. ഈ കോടതി വിധിയോടുകൂടി അത് കൂടുതൽ ശക്തമാകുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് അത് തിരിച്ചടിയാകുന്നത്. സർക്കാരിന് തിരിച്ചടിയാകുന്നത് ശ്രീ VP മുസ്തഫ, അത് ഈ സർക്കാരിൻ്റെ പോലീസ് അന്വേഷിച്ചപ്പോൾ ആ പോലീസിലെ പാകപ്പിഴകളെ കുറിച്ചാണ് ഈ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്നതുകൊണ്ട് അത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ക്ഷീണമാണ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മൂന്നാമത് CPM-നെ സംബന്ധിച്ച് CPM എന്ത് നിലപാടാണ് ഈ കാര്യത്തിൽ ഇനി സ്വീകരിക്കാൻ പോകുന്നത്? മുൻപും ഈ രാജിവെക്കേണ്ടതില്ല എന്ന സജി ചെറിയാന്റെ നിലപാടിനൊപ്പമായിരുന്നു പാർട്ടി. അന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. അന്ന് വൈകുന്നേരം സജി ചെറിയാൻ രാജിവെക്കുകയും ചെയ്തു. കാരണം എന്താ? സർക്കാർ AG-യുടെ നിയമോപദേശം തേടി. AG പറഞ്ഞു അനുചിതമാണ് ഈ പദവിയിൽ തുടരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ഇൻട്രോയിൽ പറഞ്ഞ ഭാഗങ്ങൾ ഞാൻ അതിനൊപ്പം നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞത് ഈ ഇതിലെ കോടതിയുടെ വിധിപ്പകർപ്പ് വായിച്ചുകൊണ്ട് താങ്കൾ സെലക്റ്റീവ് ആവേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് സെലക്റ്റീവ് ആവേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇതിനകത്ത് എല്ലാ ചർച്ചകളിൽ എന്ന പോലെ നിഷ്പക്ഷമായി, എന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഏറെക്കുറെ സത്യസന്ധമായി തന്നെയാണ് ഞാൻ ഈ ചർച്ചകൾ നടത്തുന്നത്. അതുകൊണ്ട് അതിൽ ഒരു ഭാഗം വായിക്കാൻ താങ്കൾ എന്നെ അനുവദിക്കണം. അക്കോർഡിംഗ്ലി ദ ഇംപണ്ട് ഓർഡർ ഡേറ്റഡ് 15/2/2023 പാസ്ഡ് ബൈ ദ ലേണഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോർട്ട് തിരുവല്ല ഈ സെറ്റ് അസൈഡ്. തിരുവല്ല കോടതിയുടെ വിധി മാറ്റുന്നു. ആൻഡ് എ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓർഡേഡ് ഇൻ which shall be conducted by the state crime branch. The state of police chief shall immediately pass appropriate orders handing over further investigation to the state crime branch with an officer of integrity. To lead the investigation. Needless to mention, the investigation shall be completed without undue delay. അങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. വിശ്വാസ്യതയുള്ള സത്യസന്ധനായ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ DGP നൽകുകയും ചെയ്യണമെന്ന് കോടതി അടിവരയിട്ട് പറയുന്നുണ്ട് ഈ ഉത്തരവിൽ. സെലക്റ്റീവ് ആവണ്ടല്ലോ ശ്രീ VP മുസ്തഫ. പിന്നെ അന്ന് രാജിവെച്ച അതേ സാഹചര്യങ്ങൾ സജി ചെറിയാൻ ഇപ്പോഴും ഉണ്ടല്ലോ. ഞാൻ അതാ പറഞ്ഞത്, താങ്കളുടെ ഇൻട്രോയിൽ മുഖ്യമന്ത്രിക്ക് വരെ ക്ഷീണം എന്ന് താങ്കൾ ഉപയോഗിച്ചു. അത് ശരിയല്ല. എന്തുകൊണ്ടാ? ഇവിടെ മുഖ്യമന്ത്രിയെയോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെയോ അതിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയെയോ കോടതി വിമർശിക്കില്ല. അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ ഈ പരാതിക്കാരൻ ആവശ്യപ്പെട്ടതുപോലെ CBIയുടെ അടുത്തേക്ക് പോകണ്ടേ? ഇതേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ വിത്ത് ഇന്റഗ്രിറ്റി ഓഫീസർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ പരാമർശം ശരിയല്ല. അത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. പക്ഷെ എന്താ വിഷയം? ഇവിടെ അങ്ങനെ കൃത്യമായിട്ട് പറയുമ്പോൾ തന്നെ അതുകൊണ്ടാണ് 21ാം പാരഗ്രാഫിൽ ഞാൻ പറയുന്നത് റീഇൻവെസ്റ്റിഗേഷൻ വേണ്ടതില്ല, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മതി എന്ന് പറഞ്ഞാൽ തുടരന്വേഷണവും പുനരന്വേഷണവും. ഭാഷാ പണ്ഡിതനാണ് കാരശ്ശേരി മാഷ്, അദ്ദേഹം വിശദീകരിക്കും. പുനരന്വേഷണം എന്ന് പറയുന്നത് ഇതെല്ലാം ശരിയല്ല, വേറെ തന്നെ അന്വേഷിക്കണം. ശരി VP മുസ്തഫ, അതിലൊരു ഭാഷാ പാണ്ഡിത്യത്തിന്റെ പ്രശ്നമല്ല. കാരശ്ശേരി മാസ്റ്റർ അതിനൊരു വ്യക്തമായ നിലപാട് അദ്ദേഹത്തിന് ഈ വിഷയത്തിലുണ്ട് എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം മുൻപ് ചർച്ചകളിൽ ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതും ഇതൊരു ഭാഷയുമായി ബന്ധപ്പെട്ട അതിലെ അവ്യക്തതയോ സങ്കീർണതകളുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല ശ്രീ VP മുസ്തഫ. മാത്രമല്ല, താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഞാനൊരു ക്ലാരിറ്റി നേരത്തെ വരുത്തിയിരുന്നു. കാരണം സംസ്ഥാന പോലീസിന് വരുത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കാണിച്ചിട്ടുള്ള ധൃതി, അതിൽ വരുത്തിയിട്ടുള്ള വീഴ്ചകൾ, അതിൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്നതിൽ കാണിച്ചിട്ടുള്ള അലംഭാവം അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ കോടതിക്കുള്ള അതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത്. അതാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ക്ഷീണമുണ്ടാക്കും എന്ന് ഞാൻ പറഞ്ഞത്. അത് ഞാൻ നേരത്തെ വിശദീകരിച്ചിരുന്നു. താങ്കൾ ആ ഭാഗം കേട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. ശ്രീ രാജു പി നായർ,
ഇത് രാജിവെക്കേണ്ട ഒരു ആവശ്യവുമില്ല, പ്രതിപക്ഷം എത്ര മുറവിളി കൂട്ടിയാലും എന്ന് സജി ചെറിയാന് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഭാഗം കോടതി കേട്ടിട്ടില്ല എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് കോടതി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ശ്രീ VPP മുസ്തഫ പറഞ്ഞതുപോലെ ഇതിലൊരു പുനരന്വേഷണമല്ല, തുടരന്വേഷണമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പോലീസിന് വിട്ടുപോയ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭാഗം പരിശോധിക്കാം എന്നതാണ്. അപ്പോൾ ധാർമ്മികതയുടെ പേരിൽ ഞാൻ ഒരിക്കൽ രാജിവെച്ചതാണ്. ഇപ്പോൾ ആ കേസിന്റെ മെറിറ്റല്ല, അന്വേഷണത്തെക്കുറിച്ചാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ ന്യായവാദം സജി ചെറിയാന് പറയാൻ പറ്റുന്നതല്ലേ? ഒരു രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണോ പ്രതിപക്ഷം സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെടുന്നത്? ഗോപികൃഷ്ണൻ, അതിനു മുമ്പായിട്ട് ശ്രീ VPP മുസ്തഫ പറഞ്ഞ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. ഗോപികൃഷ്ണൻ പറഞ്ഞ ഇൻട്രോയിൽ ഇത് മുഖ്യമന്ത്രിക്കും സജി ചെറിയാനും ഒരു തിരിച്ചടിയാണെന്ന് പറഞ്ഞത് ശരിയായ ഒരു പദപ്രയോഗമല്ല. അങ്ങ് ഉപയോഗിക്കേണ്ടത് മുഖമടച്ചുള്ള അടിയാണ് എന്നുള്ളതായിരുന്നു. അങ്ങ് വളരെയധികം ലഘൂകരിച്ചുകൊണ്ടൊരു തിരിച്ചടി എന്ന് പറഞ്ഞത് ശരിയല്ല. VPP മുസ്തഫയ്ക്ക് ചിലപ്പോൾ ആ അഭിപ്രായം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ഒരു പദപ്രയോഗത്തിൽ ചെയ്തത്. നിങ്ങൾ മുഖമടച്ചുള്ള അടി എന്ന് വേണം പറയാനായിട്ട്. അദ്ദേഹം 20, 21 പാരഗ്രാഫ് വായിച്ചു വളരെ സെലക്റ്റീവായിട്ട് പുനരന്വേഷണത്തെക്കുറിച്ച് പറയാം. എന്താ ഇവിടെ പുനരന്വേഷണം? ആ കേസ് ക്ലോസ് ചെയ്തിട്ടല്ലോ. ആ കേസിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തതിനെ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി എന്താ പറഞ്ഞത് ഞാൻ വായിക്കുന്നില്ല. നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞു ആ വിധിയെ സെറ്റ് അസൈഡ് ചെയ്തു. ശ്രീ VPP മുസ്തഫ അദ്ദേഹത്തിന് ഇതിനകത്ത് പറഞ്ഞ ന്യായങ്ങൾ മുഴുവൻ ആ വിധിയിൽ എതിരായിട്ടാണ് വന്നിരിക്കുന്നത്. സെറ്റ് അസൈഡ് ചെയ്തിട്ടില്ല എന്നാണ് VPP മുസ്തഫ പറഞ്ഞത്. ആ ഫൈനൽ റിപ്പോർട്ട് സെറ്റ് അസൈഡ് ചെയ്തു. അന്വേഷണത്തിൽ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. അതോ നോക്കൂ, വായിച്ചോളൂ. ദ കോർട്ട് ഇസ് സാറ്റിസ്ഫൈഡ് that the investigation conducted in crime number 600/2022 was not proper and the learned magistrate went wrong in accepting the final report. ആ ഇൻവെസ്റ്റിഗേഷൻ ശരിയല്ലായിരുന്നു എന്നുള്ളതും ആ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് കൊടുത്ത അന്തിമ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് അംഗീകരിച്ചത് തെറ്റായി പോയി എന്ന് പറഞ്ഞാൽ ആ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇത്രയും പ്രധാനപ്പെട്ട മന്ത്രിക്കെതിരെ നടന്ന അന്വേഷണത്തിൽ കൊടുത്ത കേസിന്റെ ആ വിധിയുള്ള ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര മന്ത്രിക്കും അത് തിരിച്ചടിയല്ല എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയോ മരം കിളിച്ചാൽ അതിൻ്റെ തണലത്ത് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന മുഖ്യമന്ത്രിയാണെന്ന് പറയേണ്ടി വരും. ഇതിനപ്പുറം എന്താ പറയേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, 47 വർഷങ്ങൾക്ക് മുമ്പ് എന്തിനാ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്? അത് 30 ദിവസത്തിനുള്ളിൽ ചുമതലയേറ്റതിന് 30 ദിവസത്തിനുള്ളിൽ എന്തായിരുന്നു? ഈശ്വരവാര്യരുടെ മകനെ കാണാതായപ്പോൾ ഈശ്വരവാര്യർ ചെന്ന് കണ്ടപ്പോൾ അവിടെ അദ്ദേഹം നടത്തിയ അത് ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് മറച്ചു വെച്ചെന്നുള്ളൊരു സംശയത്തിന്റെ ഒരു പരാമർശം, ആ പരാമർശത്തിന്റെ പേരിലല്ലേ മറച്ചു വെച്ചേ? ഇവർ പറയുന്ന ധാർമ്മികത കേട്ട് ഇരട്ടത്താപ്പ് വലിച്ചു കീറിക്കളയേണ്ട സമയം കഴിഞ്ഞില്ലേ? എന്ത് ധാർമ്മികതയെക്കുറിച്ച് ഇവർ പറയുന്നത്? ഒരു മന്ത്രി ഇത്രമാത്രം ഗുരുതരമായ ഒരു പ്രസംഗം നടത്തി, അത് സംബന്ധിച്ച് അന്ന് പ്രതിരോധത്തിനായി അവസാനം രാജിവെക്കേണ്ട സാഹചര്യം വന്നു. ആ രാജിവെക്കേണ്ട സാഹചര്യം തിരിച്ചു വന്നിരിക്കുന്നു. എന്നിട്ട് ആ രാജിവെച്ച സാഹചര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു. ഓർമ്മയുണ്ടോ ഗോപികൃഷ്ണൻ? ഈ ലോകം മുഴുവൻ കണ്ട വീഡിയോ ഈ പോലീസിന്റെ കയ്യിൽ ഇല്ല എന്ന് കള്ളം പറഞ്ഞ അന്വേഷണമാണത്. ഓർമ്മയില്ലേ ഗോപികൃഷ്ണൻ? അവസാനം ആ വീഡിയോ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഉൾപ്പെടെ പോലീസിന് അയച്ചു കൊടുക്കേണ്ടി വന്നു. ഈ ലോകം മുഴുവൻ കണ്ട, ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും, അത് ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്ത വീഡിയോ പോലീസ് കണ്ടിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ കേസാണ്. ഇതിനപ്പുറം ഒരു പോലീസിന് എങ്ങനെ കേസ് അട്ടിമറിക്കാൻ സാധിക്കും? അങ്ങനെ കൊടുത്ത ഒരു റിപ്പോർട്ടിനെ 4ആയിട്ട് വലിച്ചു കീറി വലിച്ചെറിഞ്ഞു കഴിഞ്ഞിട്ട് ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും യാതൊരു കുഴപ്പവുമില്ല. ഇനി എന്താ പറയേണ്ടിയിരുന്നത്? ഇനി ഇതിനകത്ത് പറയണോ നിങ്ങൾ കാണിച്ചത് കള്ളന്മാരെ, ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്ത നീയൊക്കെ കള്ളനാടാ എന്നിന് ഹൈക്കോടതി പറയണമായിരുന്നോ? അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരും കൂടി വലിച്ചിട്ട് നിങ്ങൾ ഈ ചെയ്തത് നീതികേടാണ്, നെറികേടാണ് എന്ന് കോടതി പറയണമായിരുന്നോ? കോടതിയുടെ ഭാഷയിൽ വരുന്ന വിധികളിൽ നിന്നും മനസ്സിലാക്കാനുള്ള ഔചിത്യവും അല്ലെങ്കിൽ വിവേകവും ഇല്ലാത്തവരല്ല. പക്ഷെ അധികാരത്തിൽ അള്ളിപ്പിടിച്ച് കിടന്നു തൂങ്ങുക എന്നുള്ളതിനപ്പുറം ഇവർക്ക് യാതൊരു ധാർമ്മികതയുമില്ല. ഈ നാട്ടിൽ ഇവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞിരുന്ന മുഴുവൻ ധാർമ്മികതയുടെയും ഘടകവിരുദ്ധമായിട്ടുള്ള ഈ അധികാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഇത്രമാത്രം RSSന്റെ നാവായിട്ട് സജി ചെറിയാൻ ഇവർക്ക് ഇപ്പോഴും അത് പ്രശ്നമില്ലാത്തത് കൊണ്ടല്ലേ RSSന്റെ നയം ഇവർ പിന്തുടരുന്നു. അവർക്ക് യാതൊരു പ്രശ്നമില്ല. എന്താ RSS പറഞ്ഞത്? ക്ലിഷ്ടവും മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്തവുമായിട്ടുള്ള കടമെടുത്തിട്ടുള്ള ഭരണഘടന ഇതല്ലേ പറഞ്ഞത്? ഈ ഭരണഘടനയോട് CPMന് യാതൊരു പ്രതിപത്തിയുമില്ല നമുക്കറിയാം. തൊഴിലാളി സർവാധിപത്യം വേണം എന്ന് പ്രഖ്യാപിച്ചിരുന്ന ആവശ്യപ്പെട്ടിരുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ പിന്നീട് ജനാധിപത്യം അംഗീകരിച്ച് നിങ്ങളിതിൻ്റെ ഭാഗമായല്ലോ.
ഇത് തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണല്ലോ മന്ത്രിയായത്. എന്നിട്ട് അത് അവഹേളിച്ച് ഈ നാട്ടിലെ ജനാധിപത്യത്തെ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി, ആ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി, അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ട് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇനിയും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതി, നിങ്ങളുടെ അന്വേഷണം വേണ്ട. അതാണല്ലോ ഗോപികൃഷ്ണൻ പറഞ്ഞ അതിനകത്തുള്ളൊരു വാചകം. ഇനി ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ആള് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണവും ഏൽപ്പിച്ച ഹൈക്കോടതിയുടെ വിധി കണ്ടിട്ട് തങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയണമെങ്കിൽ ഇവരെ എന്താ വിളിക്കേണ്ടത്? ശരി ശരി ശ്രീ രാജു പി നായർ, ഞാനൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ശ്രീ എം എൻ കാരശ്ശേരി മാഷ് നമ്മളോടൊപ്പം ഉണ്ട്. കാരശ്ശേരി മാഷെ, സജി ചെറിയാൻ മന്ത്രി പദവി രാജിവെക്കണോ വേണ്ടയോ? ഗോപികൃഷ്ണൻ, ഞാൻ ഈ സമയത്ത് പഴയൊരു സംഭവം ഓർമ്മിക്കുകയാണ്. 39 കൊല്ലം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1985 മെയ്യിൽ അന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന പരേതനായ ബാലകൃഷ്ണപിള്ള, ആർ ബാലകൃഷ്ണപിള്ള, ഇപ്പോഴത്തെ മന്ത്രി ശ്രീ കെ പി ഗണേഷ് കുമാറിൻ്റെ പിതാവ്, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ നമ്മൾ പഞ്ചാബ് മോഡൽ സമരം വേണ്ടി വരും എന്ന് പറഞ്ഞാൽ അന്ന് വളരെയധികം അക്രമങ്ങളും ഹിംസ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണത് പഞ്ചാബിൽ. ആ പ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹം രാജിവെച്ചു. കോടതി പറഞ്ഞിട്ടല്ല, കാരണം അത്ര വലിയ ബഹളം സഭയ്ക്കകത്തും പുറത്തും ഒക്കെ ഉണ്ടായി, മാധ്യമങ്ങളിലുണ്ടായി. 1985 അപ്പോൾ പ്രശാന്ത് പത്മഭൂഷൺ പറഞ്ഞത്, ഗോപികൃഷ്ണൻ പറഞ്ഞതൊക്കെ വളരെ കൃത്യമാണ്. എന്ന് വെച്ചാൽ നേരത്തെ ഏത് കാര്യത്തിന് വേണ്ടിയാണോ മന്ത്രി ശ്രീ സജി ചെറിയാൻ രാജിവെച്ചത്, ആ സന്ദർഭം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. എനിക്ക് വലിയ കൗതുകം തോന്നുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കേരള ലോ അക്കാദമിയിൽ നിന്ന് നിയമബിരുദം എടുത്ത ഒരാളാണ്. അദ്ദേഹമാണ് അന്ന് 2022 ജൂലൈയിലെ മല്ലപ്പള്ളി പ്രസംഗത്തിൽ പാശ്ചാത്യർ പറയുന്നതെന്തോ കേട്ട് എഴുതി വെച്ചതാണ് നമ്മുടെ ഭരണഘടന. ഇതുപോലെ തൊഴിലാളികളെ ചൂഷണം ചെയ്യാനും അവരുടെ നേരെ അക്രമം കാണിക്കാനും എല്ലാ സൗകര്യം ചെയ്യുന്ന ഒന്നാണ് ഭരണഘടന എന്നൊക്കെ പറഞ്ഞിട്ട് ഭരണഘടനയെ അങ്ങേയറ്റം നിന്നിച്ച് അദ്ദേഹം സംസാരിച്ചത്. അത് ഒരു ക്രിമിനൽ കുറ്റമാണ്. തടവോ പിഴയോ രണ്ടും കൂടിയോ കിട്ടാവുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ദേശീയമായ ചില ചിഹ്നങ്ങളെ നമ്മൾ അനാദരിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1971 വന്നൊരു പ്രത്യേക നിയമമുണ്ട്. ഇപ്പോൾ എന്താണിപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ മുസ്തഫ പറഞ്ഞത്, ഇത് റീ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ, പണ്ടത്തൊക്കെ തള്ളിക്കളഞ്ഞു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ച പോലീസിൻ്റെ റിപ്പോർട്ട് റദ്ദാക്കി, അത് ശരിയല്ല എന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്, സത്യസന്ധനായ, ഇപ്പോൾ ഗോപികൃഷ്ണൻ വായിച്ചല്ലോ, അതായത് എൻ ഓഫീസർ ഓഫ് ഇൻറ്റഗ്രിറ്റി, സത്യസന്ധതയുള്ള ഒരു ഓഫീസർ അന്വേഷിക്കണം. അപ്പോൾ നേരത്തെ അന്വേഷിച്ചത് സത്യസന്ധത ഇല്ലാത്ത ആളാണെന്ന് വ്യക്തമാണ്. അപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ടാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചത്. ആ റിപ്പോർട്ടിനെയും കോടതിയുടെ അംഗീകാരത്തെയും മുഴുവൻ ഇപ്പോൾ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ കോടതി പോലീസിനെ പിടികൂടിയ ഒരു കേസാണിതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം നിങ്ങൾ സത്യസന്ധമായി അന്വേഷിച്ചിട്ട് എടുത്തു പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്ന 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 കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല എന്ന് കോടതി എടുത്തു പറഞ്ഞു. അപ്പോൾ പിന്നെ അത് തുടരന്വേഷണമല്ല, പുനരന്വേഷണമാണ്. അതാണ് റീ എന്ന് പറഞ്ഞതിന് അർത്ഥം. അപ്പോൾ റീ ഇൻവെസ്റ്റിഗേഷൻ, പുതുതായിട്ട് അന്വേഷിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ന്യായം, എന്നെ വിചാരണ ചെയ്തില്ലെന്നാണ്. അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന് വിചാരണ ചെയ്യുന്ന സമയമായിട്ടില്ല. കാരണം അന്വേഷിച്ച് ഒരു ക്രൈംബ്രാഞ്ചിലെ ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വിചാരണ നടത്തുമ്പോഴാണ് അദ്ദേഹത്തെ വിളിക്കുക. കാരണം ഈ കേസിലെ പ്രതിയാണ് അദ്ദേഹം. ആ പ്രതിയെ എപ്പോഴാണ് കോടതി വിചാരണ ചെയ്യുന്നത്? അന്വേഷണത്തിന് മുമ്പല്ലല്ലോ. അപ്പോൾ അതിൻ്റെ സന്ദർഭം വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ സത്യത്തിൽ ഭരണഘടനയോട് എന്തെങ്കിലും ബഹുമാനം, നമ്മുടെ ഈ തരത്തിലുള്ള സ്ഥാനങ്ങളോട്, ഇപ്പം MLA ആവാനും മന്ത്രിയാവാനും ഒക്കെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ ഏറ്റവും അധികം ആദരവ് അർഹിക്കുന്ന ഒന്നാണ് ഭരണഘടന എന്ന് പറയുന്നത്.
അതിനെ വിമർശിക്കാം. അപ്പോൾ അത് മന്ത്രിക്കല്ല, നമുക്ക് വിമർശിക്കാം. ഭരണഘടന വിമർശിക്കാൻ പാടില്ല എന്നില്ല. പക്ഷേ മന്ത്രിക്ക് ഭരണഘടന മാറ്റാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം അദ്ദേഹം മന്ത്രിയാണെങ്കിൽ ഭരണഘടന ആ തരത്തിൽ നിയമനിർമ്മാണം നടത്താം. പക്ഷേ ഇത് കുന്തം കുറച്ച് അദ്ദേഹം പറഞ്ഞ വാക്കൊന്നും പറയാൻ എനിക്കിഷ്ടമല്ല. ആ തരത്തിൽ അതിനെ അങ്ങേയറ്റം നിസ്സാരവൽക്കരിച്ചുകൊണ്ടും അതിനെ അങ്ങേയറ്റം അധിക്ഷേപിച്ചുകൊണ്ടും അതിനോട് തനിക്ക് ഒരു ആദരവും ഇല്ലാതെയാണ് താൻ നിൽക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ് പ്രസംഗം. അതിൻ്റെ പേരിലാണല്ലോ രാജിവെച്ചത്. അപ്പോൾ അന്ന് രാജിവെച്ചത് തെറ്റാണെന്നാണോ ഇപ്പോൾ വന്നത്? അല്ലല്ലോ, രാജിവെച്ചത് ശരിയായിരുന്നു എങ്കിൽ ഇപ്പോഴും ആ രാജിവെക്കേണ്ട, രാജി അനിവാര്യമാക്കി തീർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഹൈക്കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടായിട്ട് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം സ്ഥാനത്തിരുന്നാൽ, മന്ത്രിസ്ഥാനത്തിരുന്നാൽ, അതാണ് അതിൻ്റെ പ്രശ്നം. എവിടെയാണ് രാജിവെക്കാന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ്? അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പ്രതിയാവുന്ന കേസിൽ അന്വേഷണം സത്യസന്ധമായി നടക്കുകയില്ല. സത്യസന്ധമായി നടന്നിട്ടില്ല. ഭരണകൂടം അല്ലെങ്കിൽ പാർട്ടി അല്ലെ ഭരണമുന്നണി അല്ലെ മന്ത്രി അല്ലെ മുഖ്യമന്ത്രി അല്ലെ ബന്ധപ്പെട്ട ആളുകൾ പോലീസ് ഓഫീസർമാരെ സ്വാധീനിച്ചു എന്നാണ് കോടതി മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ സത്യസന്ധനായ ആൾ അന്വേഷിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ സത്യസന്ധമായ അന്വേഷണം നടക്കണമെങ്കിൽ കേസിൽ പ്രതിയായ ആള് ഒരു ഭരണഘടനാ പ്രാധാന്യമുള്ള സ്ഥാനത്തിരുന്ന് നടത്താൻ പറ്റില്ല. അത് നമുക്ക് വിശ്വാസം വരില്ല. പോലീസിന് നമുക്ക് വിശ്വാസം വരില്ല, കോടതിയിലും വിശ്വാസം വരില്ല. അപ്പം അതുകൊണ്ട് ആ തരത്തിലുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി രാജിവെക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ രീതിയാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, കോടതി ആവശ്യപ്പെടുന്നതിന് മുൻപേ ബാലകൃഷ്ണപിള്ള 1985 രാജിവെച്ചു. അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതി ഈ പറഞ്ഞതിനെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാനമൊഴിയണം, അദ്ദേഹം വിചാരണയ്ക്ക് വിധേയനാവാൻ വേണ്ടി ഒരുങ്ങണം. കാരണം നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, നീതിപീഠത്തിൻ്റെ മേലെ വേറെ ആരുമില്ല എന്ന് വരുത്തുന്ന നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ VPP മുസ്തഫ, മനോഹരമായ ഭരണഘടനയാണ്, ഞാൻ ശ്രീ സജി ചെറിയാൻ പറഞ്ഞ കാര്യമാണ്, മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ എല്ലാവരും പറയും. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ പറയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്ത് ഏതൊരാൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഭരണഘടനയാണ് ഇതെന്ന് ഞാൻ പറയും. ഇത് CPMൻ്റെ അഭിപ്രായമാണോ? താൻ നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങൾ അതുണ്ടാക്കിയ വിവാദത്തിന്റെ സമയത്ത് നിയമസഭയിൽ തന്നെ 2 തവണ, ഒന്ന് അദ്ദേഹം ആദ്യമായിട്ട് രാജിവെക്കുന്നതിൻ്റെ തലേന്നും പിന്നീട് അദ്ദേഹം രണ്ടാമതും മന്ത്രിയായതിൻ്റെ അടുത്ത ദിവസവും നിയമസഭയിൽ 2 തവണ സജി ചെറിയാൻ നടത്തിയ പ്രസംഗങ്ങളിൽ അങ്ങനെ വന്നുപോയ ചില പ്രയോഗങ്ങൾ അത് വിവാദമായി തീർന്നത്, അത് തെറ്റായ വ്യാഖ്യാനങ്ങൾക്കിടയാക്കിയതിനെ സംബന്ധിച്ചിട്ടുള്ള ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. വളരെ നിർവ്യാജമായ ഖേദം തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അല്ലാതെ താൻ പറഞ്ഞ ആ വാക്കുകൾ തന്നെ വളരെ ശരി, ആ പ്രയോഗങ്ങൾ തന്നെ വളരെ ശരി എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന വാശിയിൽ പോവുകയല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഞാനൊരു ഒറ്റ കാര്യം സൂചിപ്പിച്ചിട്ട് താങ്കൾ തുടർന്നോളൂ. അന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞത് അദ്ദേഹത്തിന് പറ്റിയൊരു നാക്കുപിഴയാണ്, സദുദ്ദേശത്തിലാണ് സജി ചെറിയാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് ന്യായീകരിക്കുകയായിരുന്നു. താങ്കൾ പറഞ്ഞോളൂ ശ്രീ VPP. ഞാൻ അതാണ് പറഞ്ഞത്, വളരെ കൃത്യമായിട്ട് ആ പ്രയോഗത്തെ സംബന്ധിച്ചിട്ടുള്ള തന്റെ ഖേദം, നിയമസഭയാണല്ലോ ഏറ്റവും വലിയ വേദി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം. അവിടെ അദ്ദേഹം 1 തവണയല്ല 2 തവണ 2 സന്ദർഭത്തിലായിട്ട് പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അല്ലാതെ ആ പ്രയോഗങ്ങളിൽ തന്നെ അദ്ദേഹം പിടിച്ചു നിന്നിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. 2, മുഖമേ ഇല്ലാത്ത ആളുകൾക്ക് നല്ല മുഖം കാണുന്ന ആളുകളെ കാണുമ്പോൾ അത് കീറിപ്പറിച്ച് മാന്തിക്കളയണമെന്ന് തോന്നും. ഈ ഭരണഘടനയെ സംബന്ധിച്ച് എന്ത് വിലയാണ് ഇപ്പൊ കോടതി വിധിയെയും ഭരണഘടനയെ കുറിച്ചുമെല്ലാം രാജു പി നായർ വലിയ ഘോരം പ്രസംഗം നടത്തുകയല്ലേ, മന്ത്രിമാർ രാജിവെച്ച കഥയൊക്കെ പറയുകയല്ലേ. എന്താണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ചെയ്തത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തി. എന്നിട്ട് കൊണ്ടുവന്ന ഭേദഗതി എന്താ? പ്രധാനമന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പും അതിന്റെ നടപടികളും കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ ഭേദഗതി ഭരണഘടനയിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ലേ, ഇന്ദിരാഗാന്ധി അല്ലേ? അങ്ങനെ പ്രധാനമന്ത്രി പോലെയുള്ള ജനപ്രതിനിധികൾ കോടതികളുടെ ഓഡിറ്റിങ്ങിന് വിധേയമാകാൻ പാടില്ല എന്ന്. അതുകൊണ്ട് 57-ൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് അതിനെ അട്ടിമറി സമരം നടത്തിയിട്ട് പുറത്താക്കിയത്
കോൺഗ്രസ് അവരുടെ കേന്ദ്രഭരണം സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ഭരിക്കുന്ന കാലത്ത് ഇങ്ങനെ മുഖമേ നഷ്ടപ്പെട്ടവരാണ്. നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചും അതിന്റെ നടപ്പാക്കലിനെ സംബന്ധിച്ചും മുഖമേ നഷ്ടപ്പെട്ടവർക്ക് നല്ല മുഖമുള്ള ആളുകളെ സംബന്ധിച്ച് കാണുമ്പോൾ ആ മുഖത്തടി കൊടുക്കണമെന്നും അത് കീറിപ്പറിക്കണമെന്നൊക്കെ തോന്നുന്നത് സ്വാഭാവികം. അല്ല VPP, എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് അദ്ദേഹം പറഞ്ഞതിലെ യുക്തി എന്താണെന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ധാർമ്മികത സംബന്ധിച്ച സാഹചര്യം ഇപ്പോഴില്ല എന്നാണല്ലോ സജി ചെറിയാൻ പറഞ്ഞത്. അന്നും രാജിവെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മന്ത്രി പദവിയെ മന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ ഈ അന്വേഷണം അങ്ങനെ ഫെയർ ആയിട്ട് അതൊരു ഫെയർ പ്രാക്ടീസ് അല്ല ഞാനിവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് എന്നാണ്. അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായ സാഹചര്യമാണ് ഈ പുനരന്വേഷണത്തിന് വേണ്ടി കോടതി ഉത്തരവിടുമ്പോൾ ഉള്ളത് എന്നതാണ്. അന്നത്തെ ധാർമ്മികതയല്ല ഇന്ന് ആ സാഹചര്യം ഇല്ല എന്ന് അദ്ദേഹം പറയാൻ മാത്രം എന്ത് വ്യത്യാസമാണുള്ളതെന്ന് താങ്കൾ ഒന്ന് പറഞ്ഞു തരൂ. ഇവിടെ നമ്മുടെ മുന്നിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ ഈ ഉത്തരവിലെ തന്നെ പറയുന്നത് എന്താ? അതിന്റെ ഭാഗമായിട്ട് കോടതി സ്ഥാപിക്കുന്നത് എന്താ? പുനരന്വേഷണമല്ല, തുടരന്വേഷണം തന്നെയാണ്. അന്നും കോടതി വിധി വന്നപ്പോഴല്ലല്ലോ രാജിവെച്ചിട്ടുള്ളത്. അന്ന് എപ്പോഴാണ് രാജിവെച്ചത്? അതും കൂടി നിങ്ങൾ കാണൂ. അപ്പോ അന്നും ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ ആ വിവാദങ്ങൾ ഉണ്ടാക്കിയ അന്നത്തെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കാൻ അദ്ദേഹം സന്നദ്ധനായിട്ടുള്ളത്. ശ്രീ VPP മുസ്തഫ, താങ്കൾക്ക് എന്നേക്കാൾ നന്നായി അറിയാമായിരിക്കും അന്നും രാജിവെക്കാൻ സജി ചെറിയാൻ സന്നദ്ധനായിരുന്നില്ല. സർക്കാർ AGയുടെ നിയമോപദേശം തേടുന്നു. സജി ചെറിയാൻ ഈ പരാമർശങ്ങൾ നടത്തി മന്ത്രി പദവിയിൽ തുടരുന്നത് അനുചിതമാണ് എന്ന നിയമോപദേശം AG കൊടുക്കുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നു. അതിനുശേഷവും സജി ചെറിയാൻ അന്ന് പറയുന്നു രാജിയില്ല എന്ന്. പിന്നെ വൈകിട്ട് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് സജി ചെറിയാന്റെ രാജി സംഭവിച്ചത്. അത് അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് പാർട്ടിയാണ്. ആ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ട് അദ്ദേഹം സന്നദ്ധനായി. അവിടെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ പോരായ്മകൾ അന്നത്തെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ. അതിനുശേഷം ഇത് നിയമപരമായ ഓഡിറ്റിംഗിന് വിധേയമായി. നേരത്തെ പറഞ്ഞതുപോലെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലും വന്നു. സാക്ഷാൽ ചീഫ് ജസ്റ്റിസ് നേരിട്ട് നേതൃത്വം കൊടുത്ത ബെഞ്ചിൽ വന്നു. ആ രണ്ട് ബെഞ്ചൊന്നും ഇദ്ദേഹം രാജിവെക്കേണ്ടതില്ല, ഇദ്ദേഹം പദവികൾ ഒഴിയേണ്ടതില്ല എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന നിലയിലുള്ള വിധികൾ ഉണ്ടായി. അങ്ങനെയല്ല അദ്ദേഹം രണ്ടാമത് മന്ത്രിയായിട്ടുള്ളത്. ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? നേരത്തെ നടത്തിയ അന്വേഷണത്തിലെ ചില പോരായ്മകൾ സാങ്കേതികമാണ്. ആ പോരായ്മകൾ തിരുത്തി ഒരു തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഇതല്ലേ ഉണ്ടായിരിക്കുന്നത്? അവിടെ സ്വാഭാവികമായിട്ടും ഭരണഘടനയെ സംബന്ധിച്ച് വിമർശനം പാടില്ല. അങ്ങനെയാണല്ലോ താങ്കൾ ഈ സെക്ഷനിൽ ചോദ്യം തുടങ്ങിയത്. ഉണ്ടോ? 1953 1955 രാജ്യസഭാ MP ആയിരുന്ന ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹമാണല്ലോ ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. എന്താ നടത്തിയ പ്രസംഗം? ഈ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ അത് പ്രാവർത്തികമാകുന്നില്ലെങ്കിൽ അതിന് തീ കൊടുക്കുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കുമെന്നാണ്. അങ്ങനെയാ പറഞ്ഞത്. ഇപ്പോഴല്ല. ഭരണഘടന വന്ന് ഏതാനും വർഷങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് ആ ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലംഘിക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ അന്ന് ശ്രീ VPP മുസ്തഫ, ഭരണഘടനയുടെ മാന്യതയും അന്തസ്സത്തെയും അതിന്റെ അന്തസ്സും കാത്തു സൂക്ഷിക്കുന്ന, അതിനെ തോട്ടം തട്ടുന്ന എന്താണ് BR അംബേദ്കർ പറഞ്ഞത്? എന്താണ് സജി ചെറിയാൻ പറഞ്ഞത്? ഇതെങ്ങനെയാണ് താങ്കൾ ഇക്വേറ്റ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്താണ് സജി ചെറിയാൻ പറഞ്ഞത്? അതാണ് കോടതി പറഞ്ഞത്. ഭരണഘടനയെക്കുറിച്ചുള്ള വിമർശനങ്ങളാകാം, സംവാദങ്ങളാകാം, പക്ഷേ കുന്തം കുടച്ചക്രം പോലെയുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കോടതി ചോദിച്ചത് ഭരണഘടന അവഹേളിക്കപ്പെട്ടു എന്ന ബോധ്യത്തിൽ നിന്നല്ലേ? നിങ്ങൾ കൃത്യമായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ പ്രയോഗത്തെ സംബന്ധിച്ച് ഗോപികൃഷ്ണൻ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അത് പൊതുസമൂഹം സ്വീകരിച്ചു കഴിഞ്ഞതാണ്. അത് നമ്മുടെ നാട് അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. അദ്ദേഹം രാജിവെച്ച് അന്ന് പിന്നെ തന്റെ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിട്ടുള്ളതുമാണ്. അതിലൊന്നും യാതൊരു തരത്തിലുമുള്ള തർക്കമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ പ്രയോഗത്തിൽ തന്നെ അദ്ദേഹം പിടിച്ചു നിൽക്കുന്നില്ല. എന്നാൽ വിമർശനം അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളില്ലേ? നമ്മുടെ രാജ്യത്തെ ഒരു മുതലാളിയുടെ മകന്റെ, ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ, ഒരു കോർപ്പറേറ്റ് കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം നടത്താൻ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് 14,000 കോടി രൂപ ചെലവഴിച്ചു എന്നാണ്. ഇതാ ഇപ്പോ ഒരു മാസം 2 മാസം മുമ്പ് ഇവിടെ നമ്മുടെയൊക്കെ വീട്ടിന്റെ മുറ്റത്ത് ഗോപികൃഷ്ണന്റെ അയൽപക്കത്ത് സ്വന്തം സഹോദരിയുടെയോ മകളുടെയോ കല്യാണം
ഒരു 10 ലക്ഷം രൂപ ചെലവഴിച്ച് നടത്താൻ കഴിയാതെ സാഹസപ്പെട്ട് നിൽക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ നമ്മുടെ രാജ്യത്ത് നിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ മൗലികാവകാശങ്ങളിൽ പറയുന്ന കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന കാര്യം, സാമ്പത്തിക സുരക്ഷയെ കുറിച്ചിട്ട്, സാമൂഹ്യ നീതിയെ കുറിച്ചിട്ട്, അന്തസ്സായ ജീവിതത്തിന് വേണ്ടിയിട്ട് 75 വർഷമായില്ലേ ഈ ഭരണഘടന നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട്. രാജു പി നായരുടെ പാർട്ടിയും അതുപോലെ അതിനുശേഷം പല സന്ദർഭങ്ങളിലായിട്ട് BJPയും. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് ഇങ്ങനെയല്ലേ? ഒരാളുടെ, ഒരു കോർപ്പറേറ്റ് കുടുംബത്തിന്റെ ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം നടത്താൻ 10,000 കോടി രൂപ ചെലവഴിക്കുന്ന നാട്ടിൽ, അതേ മുംബൈയിൽ അവരുടെ ഈ 10-14 നിലകളുള്ള മഹാമന്ദിരത്തിൽ നിന്ന് നോക്കിയാൽ ശ്രീ VPP മുസ്തഫ, ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഇപ്പോഴത്തെ ഈ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPM അടക്കം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷ പാർട്ടികളടക്കം എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം? ഈ രാജ്യത്തെ ഭരണഘടനാ അവകാശ സംരക്ഷണമാണ്, ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും സവിശേഷമായ മുദ്രാവാക്യം, രാഷ്ട്രീയ മുദ്രാവാക്യം ഇന്ത്യയുടെ ഭരണഘടനയുടെ അന്തസ്സത്തെയും അതിൻ്റെ മൂല്യങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ്. താങ്കൾ അത് മറന്നുപോയോ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ? അല്ല ഗോപികൃഷ്ണൻ അത് മറന്നുപോയോ? ഗോപികൃഷ്ണൻ ഇങ്ങനെ പിന്നെ ഓർമ്മകളില്ലാത്ത ആളാകരുത്. ഞാൻ എന്താ ഈ ചർച്ച തുടങ്ങുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഈ ഭരണഘടനയോടും ഈ ഭരണഘടനാ സംരക്ഷണത്തിനും ഇന്ത്യ കൂട്ടായ്മ രൂപീകരിച്ചതിനെ കുറിച്ചുമല്ലേ ഞാൻ ചർച്ച തുടങ്ങിക്കൊണ്ട് സംസാരിച്ചത്. അതെന്തേ ഗോപികൃഷ്ണൻ മറന്നുപോയത്? ഇപ്പൊ ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഇങ്ങനെ വിമർശിക്കുന്നതിന് ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിലെ സ്ഥിതി സമത്വവും സാമൂഹ്യ നീതിയും നമ്മുടെ ഭരണഘടനയുടെ ആമുഖ്യത്തിലുള്ള സോഷ്യലിസത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുമെല്ലാം എത്തുന്നതിൽ 75 വർഷം പിന്നിട്ടിട്ടും നമ്മൾ എവിടെ നിൽക്കുന്നു? അതേസമയം ഈ ഭരണഘടനയുടെ സംരക്ഷണം ഇവിടെ അല്ലല്ല, അതൊക്കെ തിരിച്ചു ചോദിക്കാം. ഇപ്പൊ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന കമ്മ്യൂണിസ്റ്റ് ആശയം, അതിന്റെ സാക്ഷാത്കാരം എവിടെ എത്തി നിൽക്കുന്നു? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവർ ലക്ഷ്യം കണ്ടിരുന്ന, അവർ സ്വപ്നം കണ്ടിരുന്ന ആ സമത്വത്തിന്റെ രാഷ്ട്രം എവിടെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്? ആ ആശയത്തിലേക്ക് എവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്? അതെവിടെ എത്തി നിൽക്കുന്നു? അപ്പോഴൊരു ആത്മപരിശോധനയിലൂടെ വേണ്ടേ ഈ കാര്യങ്ങളൊക്കെ പറയാൻ? ലോകത്ത് ഗോപീഷൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ലോകത്ത് ഉള്ള രാജ്യങ്ങളിൽ ഈ അതിദാരിദ്ര്യം ഏറ്റവും കുറവുള്ള രാജ്യം ചൈനയാണ്. ചൈന അവകാശപ്പെടുന്നതല്ല, യുനെസ്കോയുടെ കണക്കുകൾ, യൂണിസെഫിന്റെ കണക്കുകൾ അവര് പറയുകയാണ് ലോകത്ത് അതിദാരിദ്ര്യം ഏറ്റവും കുറവുള്ള രാജ്യം ചൈന. ഇതൊരു വലിയ ചർച്ചയിലേക്ക് പോകും. അതായത് ചൈനയുടെ വികസന മാതൃകയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത് ഏറ്റവും മികച്ച വികസന മാതൃകയായി നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ച മറ്റു പല കാര്യങ്ങളിലേക്കും പോകും. നമുക്ക് അതിലെ ഒരുപാട് നിരീക്ഷണങ്ങളും അതിലെ വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കേണ്ടി വരും. ഞാൻ അതിന് പ്രാപ്തനാണ് ആ ചർച്ചയ്ക്ക്. പക്ഷേ നമ്മുടെ വിഷയം അതല്ല. പറഞ്ഞോളൂ. ഇല്ല മാറ്റുന്നൊന്നുമില്ല. താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് ശ്രീ രാജു പി നായരിലേക്ക് പോകണം. അദ്ദേഹം കാത്തു നിൽക്കുന്നുണ്ടോ? 2 മിനിറ്റ് ഞാൻ നിർത്താം. എനിക്ക് ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിൽ എക്സ്ട്രീം പോവർട്ടി, അതിദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം എന്ന് നീതി ആയോഗിന്റെ, കേന്ദ്ര സർക്കാരിന്റെ, മോഡി സർക്കാരിന്റെ ഏജൻസിയുടെ കണക്ക് 0.6% മാത്രമേ കേരളത്തിൽ, പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്ന കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കുറവ്. ഞാൻ പറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും കാണേണ്ടത് ഈ ഭരണഘടനയ്ക്ക് വേണ്ടി നിന്ന ആളുകൾ 1947 ആഗസ്റ്റ് 15 കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ ദേശീയ പതാക ഉയർത്തിയത് AKG എന്ന് വിളിക്കപ്പെടുന്ന AK ഗോപാലൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. അവിടുന്ന് തൊട്ട് ഈ സ്വാതന്ത്ര്യത്തോടും ഭരണഘടനയോടുമുള്ള കടപ്പാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അംഗീകരിച്ചപ്പോൾ നവംബർ 30 ഓർഗനൈസർ RSSന്റെ മുഖപത്രം എന്താണ് പറഞ്ഞത്? അവര് പറഞ്ഞത് ഇതാ, ഇതിൽ മനുസ്മൃതിയില്ല, മനുവിന്റെ നിയമങ്ങളില്ല, അതുകൊണ്ട് ഈ ഭരണഘടനയും ഈ ദേശീയ പതാകയും അംഗീകരിക്കാൻ കഴിയില്ല. ഇതെല്ലാം മറ്റൊരു തലത്തിലുള്ള ചർച്ചയാണ് താങ്കൾ ഈ പറയുന്നത്. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുമാണ്. ശരി, ശ്രീ രാജു പി നായർ, MLA സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണം, MLA പദവി കൂടി എടുത്തു കളയണം എന്നെല്ലാം പറഞ്ഞ് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി അതിന് തയ്യാറായിരുന്നില്ല.
സജി ചെറിയാൻ ഈ കാര്യങ്ങളിൽ ഖേദപ്രകടനം നടത്തിയതാണ്. അന്ന് ധാർമ്മിക പ്രശ്നമായിരുന്നു, അന്ന് രാജിവെച്ചു. ഇന്ന് ആ ധാർമ്മിക പ്രശ്നത്തിന്റെ സാഹചര്യം നിലനിൽക്കുന്നില്ല, കാരണം ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. ഇങ്ങനെയുള്ള ന്യായവാദങ്ങൾ പറയാനുണ്ട് ഇടതുമുന്നണിക്ക്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു CPM പോലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ രാജി എന്നത് ഒരു പരിഗണിക്കേണ്ട പ്രശ്നമായി, ആവശ്യമായി പോലും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം എന്ത് ചെയ്യും? അല്ലല്ല, ഇത് തീർച്ചയായിട്ടും ജനങ്ങളെ അണിനിരത്തി ജനങ്ങളിൽ അഭിപ്രായം ഉണ്ടാക്കി ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒന്നാണ്. നോക്കൂ, ഇരട്ടത്താപ്പ് CPMന്റെ മുഖമുദ്രയാണ്. എത്ര വിദഗ്ധമായിട്ടാണ് BR അംബേദ്കർ ഭരണഘടനയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യം കമ്മ്യൂണിസ്റ്റുകാരനെടുത്ത് ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ലേ, 1952 അംബേദ്കർക്കെതിരെയും SCF എന്ന് പറയുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന അംബേദ്കറിന്റെ സംഘടനയ്ക്കെതിരെയും പ്രത്യേക പ്രമേയം പാസാക്കിയ പാർട്ടിയുടെ വക്താവാണ് മുസ്തഫ. അറിയില്ലേ, 1952 അംബേദ്കർക്കെതിരെ പ്രമേയം പാസാക്കിയ പാർട്ടിയുടെ പ്രതിനിധിയാണ് മുസ്തഫ. വളരെ സൗകര്യപൂർവ്വം അംബേദ്കറുടെ പേരെടുത്ത് ഉപയോഗിക്കല്ലേ. എന്താ അംബേദ്കർ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞത് ഈ ഭരണഘടന എഴുതിയപ്പോൾ? ഈ ഭരണഘടനയെ 2 പേര് മാത്രമേ എതിർക്കുന്നുള്ളൂ. അത് കമ്മ്യൂണിസ്റ്റും RSSും ആണെന്നാണ് അന്ന് അംബേദ്കർ പറഞ്ഞത് ഇല്ലേ. തൊഴിലാളി വർഗ സർവാധിപത്യം ഈ ഭരണഘടനയിൽ വേണമെന്ന് പറഞ്ഞതിന് ശേഷം അധികാരത്തിലെത്താൻ, തെരഞ്ഞെടുപ്പിലെത്താൻ ആ ഭരണഘടനയെ അംഗീകരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് എഴുതി കൊടുത്ത പാർട്ടിയല്ലേ. നിങ്ങൾക്ക് എവിടെയാ നിലപാട് മുസ്തഫ? എവിടെയാ നിങ്ങൾക്ക് നിലപാട്? നിങ്ങൾക്ക് എന്ത് നിലപാടിന്റെ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഈ നാടിന്റെ ഭരണഘടനയെ പോലും പുച്ഛിച്ചവരാണ്, ആ ഭരണഘടനയ്ക്കെതിരെ നിന്നവരാണ്. നിങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കാതിരുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്താതിരുന്നവരാണ്. നിങ്ങളുടെ ചരിത്രം നിങ്ങൾ തന്നെ പോയെന്ന് പഠിക്കുക. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് സജി ചെറിയാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സജി ചെറിയാനെ തള്ളിക്കളയാൻ കഴിയാത്തത്. നിങ്ങൾ എത്രമാത്രം ഇരട്ടത്താപ്പ് പറയുമ്പോഴും സജി ചെറിയാനെ തള്ളിക്കളിയാൻ കഴിയാത്ത ഒരു ഭൂതകാലം ഇന്ത്യയുടെ ഭരണഘടനയിൽ, ഇന്ത്യയുടെ നിർമ്മിതിയിൽ കങ്കാണിപ്പണി ചെയ്ത ഭൂതകാലം CPIക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ CPMനും. അത് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സജി ചെറിയാനെ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നാത്തത്. എങ്ങനെയാണ് നേരത്തെ ഇവിടെ കാരശ്ശേരി ഭാഷ സൂചിപ്പിച്ചല്ലോ, ഇവിടെ K കരുണാകരൻ രാജിവെച്ചതും അതുപോലെ തന്നെ ബാലകൃഷ്ണ പിള്ള രാജിവെച്ചതും അതില്ലാത്തതുകൊണ്ട് അങ്ങ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ അടിയന്തരാവസ്ഥയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊരു കാര്യം പറയാം, അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ 352 വകുപ്പ് ഉപയോഗിച്ചതാണ് ഇല്ലേ. അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഭരണഘടനയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന 352 വകുപ്പ് ഉപയോഗിക്കായിരുന്നു. എന്നിട്ട് മുസ്തഫ പറയുന്നു, മുസ്തഫ നാണമുണ്ടോ ഇത് പറയാൻ? ലോകായുക്തയുടെ അന്വേഷണം വന്നാൽ, തനിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള അന്വേഷണം നടന്നാൽ തന്റെ മന്ത്രിസഭ, തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് അന്തിമ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞ അപ്പലേറ്റ് അതോറിറ്റി ആക്കിയ നിയമം ഈ 2 വർഷത്തിനുള്ളിൽ പാസാക്കിയ പിണറായി വിജയനാണ് ഇന്ന് ഇന്ദിരാഗാന്ധി നടത്തിയ ഭരണഘടനയുടെ ഭേദഗതിയെ സംബന്ധിച്ച് പറയുന്നത്. അതും ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിധേയമായിട്ട് നടത്തിയതാണ് ഇല്ലേ. നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഗോപികൃഷ്ണൻ, ഇത് ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ്. പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി. ഞാൻ ചോദിക്കട്ടെ, ഈ അന്വേഷണത്തിന്റെ സമയത്ത് വീഡിയോ കാണാനില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് മുസ്തഫ ഒരു വാക്ക് വേണ്ടുവോ? ഈ അന്വേഷണം ഏറ്റവും വലിയ ഇതായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അന്വേഷണത്തിന്റെ സമയത്ത് ഈ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിന്റെ വീഡിയോ കണ്ടിട്ടില്ല, കാണാനില്ല, ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞവരല്ലേ ഈ പോലീസ് കോടതിയിൽ പോയിട്ട്? എന്നിട്ടല്ലേ മറ്റുള്ളവർക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കേണ്ടത്? ഇത്രമാത്രം ഗുരുതരമായ ഒരു വിഷയത്തിൽ ഇത്രമാത്രം തട്ടിപ്പ് നടത്തിയിട്ട് ആ അന്വേഷണത്തെ അട്ടിമറിക്കാൻ നോക്കിയിട്ട് ഇന്ന് ഇവിടെ വന്ന് സിദ്ധാന്തം പറയുന്നത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, എന്താണ് താങ്കൾക്ക് ഈ ചർച്ചയിൽ കൂട്ടിച്ചേർക്കാനുള്ളത്? ഇടയ്ക്ക് CPM പ്രതിനിധി ഡോക്ടർ അംബേദ്കർ പറഞ്ഞതായിട്ടൊരു കാര്യം പറഞ്ഞു. ഡോക്ടർ അംബേദ്കറുടെ ഇന്റലക്ച്വൽ ഹൈറ്റോ അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ, അതും ഒരു മന്ത്രി സജി ചെറിയാൻ വളരെ ബാലിശമായിട്ട് നടത്തിയ ഒരു പരാമർശവും കൂടി, ഒരു കമ്പാരിസണും ഇല്ല. എങ്കിലും ആ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് തെറ്റായ ഒരു പരാമർശം ഡോക്ടർ അംബേദ്കറിനെ കോട്ട് ചെയ്ത് പറയുമ്പോൾ അദ്ദേഹം ഈ പരാമർശം, ഭരണഘടനയെ പറ്റി ഒരു പരാമർശം നടത്തിയത് എന്നായിരുന്നു? 1953 പാർലമെന്റില് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിനെ പറ്റിയുള്ള ഒരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനെ പറ്റി ഒരു ഡിസ്കഷൻ നടന്നു. അന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞു, അതെ, ഭരണഘടന ഉണ്ടാക്കുന്നതിൽ ഞാൻ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ മൈനോറിറ്റീസിന് സ്പെഷ്യൽ ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് ഉണ്ട്. ഞാൻ പറയുന്നു, ഒരു രാജ്യത്തെ മൈനോറിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ
വളരെ വലിയൊരു ദോഷമാണ് ആ രാജ്യം ചെയ്യുന്നത്. മജോറിറ്റി മൈനോറിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഈ ഭരണഘടന ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ആ ഭരണഘടനയെ തിരസ്കരിക്കാൻ മുന്നിൽ നിൽക്കുമെന്ന് പറയുന്നത്. അതും ഈ മന്ത്രി സജി ചെറിയാൻ പറയുന്നതുമായിട്ട് എന്താണ് ബന്ധം? അദ്ദേഹം ഡോക്ടർ അംബേദ്കറുടെ വേറൊരു കോട്ടാണ് ഓർത്തിരിക്കേണ്ടത്. ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് പ്രാവർത്തികമാക്കേണ്ടവര് ആ തെറ്റായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൽ കാര്യമില്ല. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, കാരശ്ശേരി മാഷെ, ഒരു കൺക്ലൂഡിംഗ് കമന്റ്. ഗോപികൃഷ്ണൻ, നമ്മുടെ ജനാധിപത്യം വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ പൗരാവകാശങ്ങൾ, ന്യൂനപക്ഷ സംരക്ഷണം, സ്ത്രീ പുരുഷ സമത്വം തുടങ്ങിയുള്ള നമ്മുടെ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന എത്രയോ മൂല്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആശ്രയിക്കാവുന്നത് ഇപ്പോൾ ഭരണഘടനയാണ്, ഭരണഘടന മാത്രമാണ്. ഇത്രയധികം നമ്മൾ നിരന്തരം പറയുന്ന ഫാസിസത്തിൻ്റെ കടന്നുവരവിനെ ചെറുക്കാൻ നമ്മുടെ കയ്യിലുള്ളത് ഭരണഘടന മാത്രമാണ്. അപ്പോൾ ആ തരത്തിൽ ഭരണഘടന നമ്മുടെ എല്ലാവരുടെയും ഒരു രക്ഷാകേന്ദ്രമായി വരികയും നമുക്ക് വേറെ വഴിയില്ല എന്ന് തെളിയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഭരണഘടനയെ ഈ തരത്തിൽ അവഹേളിക്കുന്ന പ്രസംഗം നടത്തരുത് എന്നുള്ള രാഷ്ട്രീയ ബോധം നമ്മുടെ ഒരു മന്ത്രിക്കില്ല എന്ന് വരുന്നത് അങ്ങേയറ്റം കഷ്ടമാണ്. അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നത് അത്തരത്തിലുള്ള അനാരോഗ്യകരമായ കാര്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കും. അതുകൊണ്ട് കഴിയുന്ന വേഗം ശ്രീ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് ഒരു പുനരന്വേഷണത്തിനുള്ള അന്തരീക്ഷം ഒരുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ VPP മുസ്തഫ, രാജിവെക്കില്ല എന്നൊരു നിലപാട് സജി ചെറിയാൻ ആവർത്തിക്കുമ്പോൾ അതും പുനഃപരിശോധിക്കേണ്ടതാണ് എന്നൊരു നിലപാട് പാർട്ടി സ്വീകരിക്കുമോ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് അതെല്ലാം ഞങ്ങൾ പരിശോധിക്കുമെന്നാണ്. രാജിവെക്കില്ല എന്നോ രാജിവെക്കും എന്നോ എന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ വിധിയുടെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് പാർട്ടി എടുക്കേണ്ട കൃത്യമായ തീരുമാനം പാർട്ടി എടുക്കും. അതിലൊന്നും തർക്കമില്ല. അപ്പോഴും ഞാൻ പറയുന്നു, വളരെ കൃത്യമായിട്ട് ഈ ഭരണഘടനയോടൊപ്പമാണ് ഇടതുപക്ഷം. അത് ഞാൻ എൻ്റെ ആദ്യത്തെ സ്ലോട്ടിൽ തന്നെ പറഞ്ഞതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ കാരശ്ശേരി മാഷ് സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷം ഇത് തന്നെയാണ് പറയുന്നത്. എന്നാൽ തൻ്റെ പ്രസംഗത്തിൽ ഉദ്ദേശിക്കാത്ത രീതിയിൽ വ്യാഖ്യാനം നൽകാവുന്ന വിധത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടായതിൽ മന്ത്രി നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും അത് വിവാദമായിരുന്ന സന്ദർഭത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളയാളുമാണ്. ആ ആർജവം കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും കാണിക്കും. അതിലൊന്നും ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല. ശ്രീ രാജു പി നായർ. അല്ലല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, ആ ആർജവം കാണിക്കേണ്ട സമയമല്ലേ വന്നിരിക്കുന്നത്? കാരശ്ശേരി മാഷ് പറഞ്ഞതിന് തുടർച്ചയായിട്ട് 2024 തെരഞ്ഞെടുപ്പ് കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണി ഞങ്ങളും മുസ്തഫയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒരുമിച്ച് നിന്ന് പോരാടിയ എന്തിനാ? ഈ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ആയുധം ഇന്ത്യയുടെ ഭരണഘടനയാണെന്ന് ഒരു പോക്കറ്റ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ നേരിട്ടത്. ആ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി നടത്തി ശ്രമിക്കുന്നത് RSSന് കൂടെ പിടിച്ചു കൊടുക്കുന്നതല്ലേ? ഈ വടകരയിലൊക്കെ കാഫിർ പ്രയോഗം പോലെ നടത്തുന്ന പരിപാടിയല്ലേ ഇന്ത്യൻ ജനാധിപത്യത്തോട് ഈ ഭരണഘടനയെ അവഹേളിക്കുന്ന വഴി സജി ചെറിയാൻ കാണിക്കുന്നത് അല്ലേ? അപ്പോൾ അതുപോലും തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബുദ്ധി ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് CPM എത്തിയിരിക്കുന്നു. തങ്ങളുടെ നിലനിൽപ്പിന്, തങ്ങളുടെ രാഷ്ട്രീയത്തെ പോലും വേരോടെ പിഴുതെറിഞ്ഞാലും ഈ പറയുന്ന സാമ്പത്തികവും അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ നെറികേട് കാണിച്ച ഒരു മന്ത്രിയെ സംരക്ഷിക്കേണ്ട രീതിയിലേക്ക് CPM എത്തിയിരിക്കുന്നു പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ CPMന്റെ പ്രാധാന്യം അപ്രസക്തമായിരിക്കുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും സജി ചെറിയാൻ രാജിവെക്കില്ല എന്ന നിലപാടും ഭരണഘടനയെ അവഹേളിച്ചു എന്ന കേസിലുള്ള പുനരന്വേഷണത്തിന്റെ മറ്റ് നടപടിക്രമങ്ങളും. ഏതായാലും ധാർമ്മികത ഓരോരോ ഘട്ടങ്ങളിൽ മാറ്റി സ്ഥാപിക്കേണ്ടതാണോ ധാർമ്മികതയുടെ അളവുകോൽ എന്ന ചോദ്യം കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം പൂർത്തിയാകുന്നു.